ഹായ് ഹലോ അങ്ങനെ ഞങ്ങൾ മിഷനിലേക്ക് പോകാൻ വേണ്ടി കൊച്ചിയിലെ ഫ്ലൈറ്റ് ഇരിക്കുകയാണ്. ഞങ്ങൾ 3 അച്ഛന്മാർ പോകുന്നു. ഞാൻ, ഓസ്റ്റിൻ അച്ഛൻ, ജോസഫ് അച്ഛൻ. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നേരെ ഫ്ലൈറ്റ് എടുത്തു. ഞങ്ങളുടെ അടുത്ത് പൈലറ്റാണ്. നേരെ പോയത് ഹൈദരാബാദിലേക്കാണ്. ഹൈദരാബാദിൽ നമുക്ക് കൊൽക്കത്തയിലേക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്, അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് 2-3 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടുത്തെ ബസ്സിലേക്ക് കയറി നമ്മൾ നേരെ ഹൈദരാബാദ് എയർപോർട്ടിനുള്ളിലേക്ക് നമ്മൾ പോയി. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു 2-3 മണിക്കൂർ ഉണ്ടായ കാരണം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എന്താണ് അവിടെ വലിയ നല്ലൊരു ഫൗണ്ടൈൻ, വാട്ടർ ഫൗണ്ടൈൻ. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളൊക്കെ പോയിട്ട് ചെറിയൊരു ചായയൊക്കെ കുടിച്ചു, ചായയും ബണ്ണും കഴിച്ചു ഞങ്ങൾ. അത് കഴിഞ്ഞ് അവിടെയൊക്കെ കറങ്ങി നടന്ന് വീണ്ടും ഞങ്ങൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറി. നമ്മുടെ ഫ്ലൈറ്റിന് സമയമായപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിനുള്ളിലേക്ക് പോവാണ്, ഹൈദരാബാദിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകാനായിട്ട്. കൊൽക്കത്തയിലാണ് നമ്മൾ ബംഗള പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എന്നിട്ടാ വലിയൊരു ഫ്ലൈറ്റ് ഇത് മുകളിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്നു. എന്ത് രസം. പിന്നെ എയർ ഹോസ്റ്റസ് അവരുടെ ക്ലാസ് ഒക്കെ തുടങ്ങി, നമ്മളത് കുറച്ച് നേരം കണ്ടു നിന്നു. പിന്നെ ഇതേ തൊട്ടടുത്ത് വേറൊരു ഫ്ലൈറ്റ്, അല്ല എന്ത് രസമാണ് കാണാൻ. ഫുൾ ഇൻഡിഗോ, പുറത്തും അകത്തും എല്ലാം ഇൻഡിഗോ. അത് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്തേ കൊൽക്കത്തയിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് പറന്ന് ഉയരാണ്. ശരിക്കും അത് ഭയങ്കര ഫീലാട്ടത് ശരിക്കും, അല്ലേ? ചിലപ്പോൾ നമുക്ക് ചെറിയ വിഷമം വരാ സമയത്ത് നമ്മളിങ്ങനെ ഉയരങ്ങളിലേക്ക് ദൂരത്തേക്ക് നമ്മൾ വീട്ടുകാരെ വിട്ട് നാടിനൊക്കെ വിട്ട് പോകാനുള്ളതെന്ന് ഓർത്തിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഒരു ഡ്രോണിൻ്റെ വിഷ്വലൊക്കെ ആസ്വദിച്ച് പോകുന്നു. ഇത് ആകാശം നോക്കി, അല്ലേ? എന്ത് രസമാണ് ശരിക്കും. ഫ്ലൈറ്റ് പോകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഇത് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ കൊൽക്കത്തയിലേക്ക് എത്തി. നമ്മുടെ ഫ്ലൈറ്റ് കൊൽക്കത്തയിലേക്ക് ലാൻഡ് ചെയ്യാണ്. നമ്മുടെ ഫ്ലൈറ്റ് അല്ല, ഇൻഡിഗോടെയാണ്, എന്നാലും നമ്മൾ ഇരിക്കുന്ന ഫ്ലൈറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കൊൽക്കത്തയിൽ നമ്മൾ ലാൻഡ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ എന്താണ് ദൈവമേ, മാള ബസ് സ്റ്റാൻഡിലേക്ക്, നമ്മുടെയൊക്കെ ബസ് സ്റ്റാൻഡിൽ ബസ് കൂട്ടി കിടക്കണ പോലെയാണ് ഇങ്ങനെ ഫ്ലൈറ്റുകൾ നിരന്ന് കിടക്കണേ. അയ്യോ ഭയങ്കര രസമാണത് കാണാനായിട്ടാ. ഇന്ത്യക്കാണെന്ന് കുറച്ചൊരു കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ലഗേജ് എടുക്കണം നമുക്ക് ആദ്യം. അപ്പോൾ ഞങ്ങൾ ഓസ്റ്റിൻ വെച്ച് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ കൊൽക്കത്തയിൽ എത്തിയ സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ നേരെ ലഗേജ് എടുക്കണം ആ ഒരു സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ നമുക്ക് ലഗേജ് എടുക്കാൻ വേണ്ടി ഒരു ട്രോളി നമ്മളെടുത്തു. അതെടുത്ത് നമ്മൾ നേരെ ലഗേജിനെ എടുക്കുകയും ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഡയറക്ടർ ടൈറ്റസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കാറിൽ നമ്മൾ നേരെ കൊൽക്കത്തയിലേക്ക് പോകണം. ഇതാണ് നമ്മൾ ആദ്യം കണ്ട വിഷ്വൽ. ഫ്ലൈറ്റ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൊൽക്കത്തയുടെ ആദ്യത്തെ വിഷ്വല് ആണ്. അവിടുത്തെ ബസ്സുകൾ കണ്ടത് രസമാണ്. ഇത് കണ്ടപ്പോൾ കുറച്ച് രസം തോന്നുന്നു. നമ്മുടെ നാടിൻ്റെ വൈബൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ചു. ദുക്കന്യ എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു. അവിടുത്തെ ഒരു സെറ്റപ്പൊക്കെ കണ്ട് വെച്ച് നല്ല ഫുഡ് കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഹോട്ടൽ, നല്ല ആംബിയൻസ്, നാട്ടിലത്തെ അതേ ഫുഡാണ് ഞങ്ങൾ കൊൽക്കത്തയിൽ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. പിന്നെ കണ്ടോ നമ്മുടെ നാടിൻ്റെ ഒരു വൈബൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് താഹിർപൂർ എന്ന് പറഞ്ഞ പള്ളിയിലാണ്. അവിടെയാണ് ഞങ്ങൾ താമസിച്ച് ബംഗള പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു കുറച്ച് സമയം അവിടെ എത്തി. ഞങ്ങൾ അവിടുത്തെ ചാപ്പലിൽ കുർബാനയൊക്കെ ചൊല്ലി ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ അപ്പോൾ ഓക്കെ, താങ്ക് യു.